ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നുറുക്ക് ഗോതമ്പ് പായസമാണ്. പായസം വെക്കാനായിട്ട് 100 ഗ്രാം നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. പായസം വെക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും ഗോതമ്പ് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടാനത് സഹായിക്കും. ഗോതമ്പ് കഴുകിയിട്ടാണ് കുതിരാനിട്ടത്. ഇനി ഇത് വെള്ളം മാത്രം കളഞ്ഞിട്ട് കുക്കറിലേക്ക് വേകാനിടാം. അപ്പോൾ ഗോതമ്പ് കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഗോതമ്പ് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിക്കാം. ഒരുപാട് വെള്ളം വെക്കരുത്. ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ തിളച്ച് വെളിയിൽ വരും. അത് പറഞ്ഞിട്ട് ഒരുപാട് കുറയാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ കരിയാനും ചാൻസ് ഉണ്ട്. വെള്ളം വെക്കുമ്പോൾ നോക്കി ശ്രദ്ധിച്ച് വെക്കണം. ഗോതമ്പ് വേവാൻ വെക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. 2 വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം വേവ് കറക്റ്റ് ആയിരിക്കും. ഇനി ഇത് വേവിച്ചെടുക്കാം. ഇനി പായസത്തിലേക്കുള്ള തേങ്ങാക്കൊത്ത് വറുത്ത് കോരുകയാണ്. അതിനായിട്ട് ഒരു കടായിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ആ നെയ്യിലേക്ക് തേങ്ങാക്കൊത്തിട്ടു. ഇനി ഇത് ഇളക്കി ബ്രൗൺ കളറാക്കി എടുക്കണം. തേങ്ങാക്കൊത്ത് കളറ് മാറി വന്നു. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഈ ചട്ടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കരിഞ്ഞു പോകും. ഇനി അടുത്തതായി ചെയ്യുന്നത് പായസത്തിലേക്കുള്ള വെല്ലം ഉരുക്കിയെടുക്കലാണ്. അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തു. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് വെല്ലം ഇടുകയാണ്. 5 അച്ച് വെല്ലമാണ് ഞാൻ എടുക്കുന്നത്. വെല്ലത്തിന് അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല. മധുരം കൂടുതൽ വേണമെങ്കിൽ വെല്ലത്തിൻ്റെ അളവ് കൂട്ടാം. മധുരം കുറവ് മതിയെങ്കിൽ വെല്ലത്തിൻ്റെ അളവ് കുറയ്ക്കാം. പായസത്തിന് നല്ല കളറ് കിട്ടണമെങ്കിൽ കറുത്ത വെല്ലം ഉപയോഗിക്കണം. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ വെളുത്ത വെല്ലമാണ്. അപ്പോൾ പായസത്തിന് കളറും കുറവായിരിക്കും. വെല്ലം മുഴുവനായിട്ട് ഉരുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അരിച്ചിട്ട് ഗോതമ്പിലേക്ക് ഒഴിക്കണം. കുക്കർ തുറക്കണം. ഗോതമ്പ് വെന്തിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വെല്ലം ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇതെന്താ, ഗോതമ്പ് നന്നായി വെന്തിട്ടുണ്ട്. വെള്ളം വെച്ചത് കറക്റ്റായിരുന്നു. വെള്ളം മുഴുവനായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെല്ലം ഉരുക്കിയത് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് ചായയരിപ്പിൽ അരിച്ചിട്ടാണ് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ വെല്ലത്തിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. വെല്ലപ്പാവ് മുഴുവനായിട്ട് ഒഴിച്ചു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഗോതമ്പൊക്കെ കുറച്ച് കട്ടിയായി നിൽക്കുന്നുണ്ട്. അതെല്ലാം ഇളക്കി ഉടച്ചെടുക്കണം. ഇനി ഇത് നല്ലതുപോലെ തിളപ്പിക്കണം. തിളയ്ക്കുന്ന സമയത്ത് ഇത് കുറുകി വരും. 5 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. ഇത് കുറുകി വന്നു. ഇനി ഒരുപാട് കുറുകി കഴിഞ്ഞാൽ പായസം കട്ടിയാകും. അപ്പോൾ ഇത് മതി. പാലും കൂടി ഒഴിച്ചാൽ കുറച്ചുകൂടി ലൂസാകും. കുറച്ച് ലൂസായി ഇറക്കിയാലേ ആറുന്ന സമയത്ത് കറക്റ്റ് ആയിരിക്കുള്ളൂ. ഗ്ലാസ്സിലൊക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇലയിലൊക്കെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ച് ലൂസായിരിക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് പാല് ചേർക്കുകയാണ്. 1/2 ലിറ്റർ പശുവും പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് പശുവും പാലാണ്. 1/2 ലിറ്റർ പാലും മതി. അതും കൂടി ചേർത്തിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്നുകൂടി തിളപ്പിക്കണം. പശുവും പാലായതുകൊണ്ട് പാലും ഒരു 2 മിനിറ്റ് തിളപ്പിച്ച് വേവിക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണ്ടേ. അടുത്തതായി ചേർക്കുന്നത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. അതൊരു 3/4 സ്പൂൺ ചേർക്കണ്ടേ. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കാം. പായസത്തിൽ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അല്ലെങ്കിൽ നെയ്യ് മേലെ മാത്രം അങ്ങനെ നിൽക്കും. നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് കോരി വെച്ച തേങ്ങക്കൊത്ത്, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി വീണ്ടും ഒന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ആദ്യം പറഞ്ഞ പോലെ വെല്ലം ആയതുകൊണ്ട് പായസത്തിന് കുറച്ച് കളറ് കുറവാണ്.
അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ പായസം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും നാളെ കാണാം. ബൈ.